പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിപാവനമായ അൾത്താരയിൽ വന്ന് നിർന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുവദിച്ചതിന് ആദ്യമായി ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റെജി തോമസ്. ഞാൻ ഇടുക്കി ജില്ലയിലെ തൂക്കുപാലം സെൻ്റ് ആൻ്റണീസ് ഇടവക ദേവാലയമാണ്. ഞാൻ ആദ്യമായി 29/8/2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. വന്നതിൻ്റെ കാരണം പ്രധാനമായും മക്കളുടെ 5 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ മൂത്തയാളുടെ ഡിഗ്രി പഠനം കഴിഞ്ഞ് തുടർന്നുള്ള പഠനം കാനഡയിൽ പോയി പഠിക്കാം. അവൾ അഗ്രികൾച്ചറായിരുന്നു എടുത്തിരുന്ന അഗ്രീസ് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാം എന്നൊരു ആലോചനയുണ്ടായി. രണ്ടാമത്തെ മകൾ +2 കഴിഞ്ഞ് അവൾക്കും തുടർ പഠനം ഇതിനൊരു ആലോചനയും അമ്മയോട് ചോദിക്കാം, അത് ഉടമ്പടിയും എടുക്കാം. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത്. ഉടമ്പടി എടുത്ത് തിരിച്ചു ചെന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ലഭിച്ചത് ഈശോയും മാതാവും ഇവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന അനുഭവമാണ് എനിക്കുണ്ടായത്. കാരണം ഇവിടെ നിന്ന് പോയി പിറ്റേ ദിവസം വെളുപ്പിനെ കൃത്യം 3 മണിക്ക് ആരോ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മാതാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ പ്രായത്തിനിടെ ഇത്രയും കാലത്തിനിടെ ഈ 3 മണിക്ക് എഴുന്നേറ്റ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. യാതൊരു ഉറക്കക്ഷീണമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ വെളുപ്പിനെ എഴുന്നേറ്റ് ജപമാല ചൊല്ലി വചനം വായിച്ചു, വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 5:30 ആയപ്പോൾ ദേവാലയത്തിൽ പോകാനുള്ള ഒരു പ്രചോദനമാണ് എനിക്ക് ലഭിച്ചത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുമ്പോഴും എന്നും ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന കൂടണം എന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം ആ കൃത്യസമയത്ത് ദേവാലയത്തിൽ പോകുവാനും കുർബാനയിൽ സംബന്ധിക്കുവാനും അന്ന് തൊട്ട് ഇന്ന് വരെ ആദ്യം ഞാൻ തന്നെയായിരുന്നു പോയിരുന്നെങ്കിൽ ഇന്ന് മക്കളും ഭർത്താവും ഞങ്ങൾ കുടുംബസഹിതം ദേവാലയത്തിൽ പോവുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നു. ഒരു ദിവസത്തിൻ്റെ ആരംഭം ആ ബലിയിലൂടെ തുടങ്ങുന്നതിന് ഞങ്ങൾക്കിന്ന് സാധിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി, ഈ ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. അതിനുശേഷം മകളുടെ പഠനത്തിനും ഒക്കെ ഞങ്ങൾ കുറച്ച് സ്ഥലം വിൽപ്പനയ്ക്കായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ആ സ്ഥലം വിറ്റ് ആ പണം ലഭിക്കുന്നതിലൂടെ അവളുടെ കാര്യങ്ങളൊക്കെ നടത്താം. ഞാനിവിടെ നിന്ന് കിട്ടിയ വെഞ്ചരിച്ച് ഉപ്പ് അവിടെ കൊണ്ട് ആ വിൽക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വിതറി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് കിട്ടിയ വചനം എസെക്കിയേൽ 36-34 ആയിരുന്നു. അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന വിജന പ്രദേശം ഞാൻ കൃഷി ഇറക്കും. അപ്പോൾ അവർ പറയും, വിജനമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏദൻ തോട്ടം പോലെ ആയിരിക്കുന്നു എന്ന്. കാരണം ഞങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നതുകൊണ്ട് അവിടെ കൃഷിയൊന്നുമില്ല, കാട് കയറി കിടക്കുകയായിരുന്നു. അപ്പോൾ പലരും ചോദിക്കുമായിരുന്നു, നിങ്ങളെന്താ ഇങ്ങനെ ഈ സ്ഥലം കൃഷി ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. അതിനുശേഷം മകൾക്ക് ഫീസ് അടയ്ക്കാനും പോകാനുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ആയി വന്നപ്പോൾ ഈ സ്ഥലം വിൽപ്പന നടന്നില്ല. പക്ഷെ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, പോകാനുള്ള ആ ഫീസ് അത് ഇതുവരെയും ആയിട്ടില്ല. മാതാവേ, അങ്ങ് ഇതിനൊരു ഉത്തരം നൽകണമേ. ഞാൻ ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനമൊക്കെ കൂടി വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്താണ് ഇതിനൊരു ഉത്തരം തരണമേ എന്ന് മാതാവിനോട് അന്ന് ഞാൻ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞത്. പ്രാർത്ഥന കഴിഞ്ഞ് തീരാറായി സമയത്ത് ഒരു ഫോൺ കോൾ വരികയും, നിങ്ങളുടെ സ്ഥലം ഒറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടോ, അതായത് കൃഷിസ്ഥലമാണ്, അത് എടുക്കാൻ ആളുണ്ട് എന്ന് പറയുകയും ചെയ്തു. ആ സമയം ഞങ്ങളുടെ ജീവിതം അത്രയും നാൾ ഒരിക്കൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ലായിരുന്നു, സ്ഥലം ഒറ്റയ്ക്ക് കൊടുക്കുന്നതിനെ പറ്റി. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി, മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണെന്ന്. കാരണം ഞങ്ങൾ മാനുഷിക രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചു, സ്ഥലമൊക്കെ വിറ്റ് ആ പൈസ കൊണ്ട് മക്കളുടെ പഠന കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ കർത്താവിൻ്റെ ചിന്തയിൽ അതല്ലായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ആ
ആൾ വരികയും അത് ഒരാഴ്ച കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുകയും മകളുടെ പോകുന്നതിനുള്ള ഫീസ് അടയ്ക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവുകയും ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ മകൾ, അവൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. +2 കഴിഞ്ഞു. പക്ഷേ അവൾ ആഗ്രഹിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾക്ക് കിട്ടിയില്ല ആദ്യം. പിന്നെ വിളിക്കുമ്പോഴെല്ലാം പരാതി പറയുമായിരുന്നു, മറ്റുള്ളവർക്കൊക്കെ പഠിച്ചെങ്കിൽ അവിടെ പരീക്ഷയ്ക്കുള്ള അഡ്മിഷൻ അതിന് ശരിയാകത്തില്ല, അതുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവൾക്ക് ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അവൾ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവൾക്ക് ഒരു അഡ്മിഷൻ ശരിയാക്കി കൊടുക്കണമേ എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വൈദ്യനിലൂടെയാണെങ്കിലും ഇടപെട്ടുകൊണ്ട് അത് ഞങ്ങൾക്ക് സാധിച്ചു തരികയാണ് ചെയ്തത്. അവൾക്ക് B1 ആയപ്പോഴത്തേക്കും ഗോയിത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾക്ക് എറണാകുളത്ത് അഡ്മിഷൻ ലഭിക്കുകയും ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ഞങ്ങൾക്ക് ഈ കൃഷിസ്ഥലമായതുകൊണ്ട് ഈ വർഷത്തെ വേനലിൽ കുളത്തിലെ വെള്ളം, കുളമായിരുന്നു ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ജലസേചനത്തിന്. അത് അത്യാവശ്യം നല്ലപോലെ കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, ഇനി എന്ത് ചെയ്യും, ഒരു കുഴൽക്കിണറടിക്കാം എന്ന് പ്ലാനിട്ടു. പക്ഷേ ഞാൻ വെഞ്ചിരിച്ച് ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി ആ കുളത്തിൻ്റെ അരികിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് ഞാൻ ചോദിച്ചു. ആ സമയം എനിക്ക് കിട്ടിയ വചനം 2 രാജാക്കന്മാർ 3:16 ആയിരുന്നു. വറ്റിവരേണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും, കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും, നീയും കാലിക്കൂട്ടവും അതിൽ നിന്ന് കുടിക്കും, കർത്താവിന് ഇത് നിസ്സാരമാണ്. ഇതാണ് എനിക്ക് കിട്ടിയ വചനം. അത് കഴിഞ്ഞ് ഈ കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനായി അതിനുവേണ്ടി സ്ഥാനം നോക്കാൻ ആൾ വരികയും അവർ ആ സ്ഥലത്തിൻ്റെ ഒരുവിധ എല്ലാ സ്ഥലത്തുകൂടെയും അതിനുള്ള സ്ഥാനം നോക്കി നടന്നു. പക്ഷേ ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടെ ഒരു ഉറവ പിറ്റേ ദിവസം ഞാൻ കണ്ടു. സാധാരണ കണ്ടത്തിലെ വെള്ളത്തിന് അത്ര തെളിച്ചമുള്ള വെള്ളമല്ല, പക്ഷേ ഇത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം. ഞങ്ങളതിൽ നിന്ന് അല്പം എടുത്ത് കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കുഴൽക്കിണറിന് സ്ഥാനം കാണാൻ വന്ന ആ വ്യക്തി പറമ്പിൻ്റെ എല്ലാ സ്ഥലത്തിലൂടെയും ചെന്ന് അവസാനം ഈ ഉറവ കണ്ടതിൻ്റെ മേൽവശത്ത് ചെല്ലുകയും അവിടെ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുഴൽക്കിണറടിക്കണ്ട, ഇവിടെ കുളം കുഴിക്കുകയാണ് വേണ്ടത്, നല്ലപോലെ ഉറവയുണ്ട്, ഇഷ്ടംപോലെ വെള്ളവും കിട്ടും, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊരു വലിയ ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം കുഴൽക്കിണർ കുഴിക്കുന്നതിൻ്റെ പകുതി ചെലവിൽ ഞങ്ങൾക്ക് ഈ കുളം നിർമ്മിക്കാനും സാധിച്ചു. ഇന്നവിടെ ആവശ്യത്തിന് വെള്ളവും ഞങ്ങൾ ലഭിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഞാൻ ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം വീടുകളിൽ കൂടി ആണ് കൂടുതലും. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആ വീടുകളിൽ അവരുടെ പത്രം കൊടുക്കുന്നതോടൊപ്പം അവരുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി എനിക്കപ്പോൾ തോന്നുന്നത് ഈശോ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്നുള്ള ആ ഒരു വചനമാണ്. കാരണം നമ്മൾക്ക് പത്രം കൊടുക്കുകയും അതുവഴി ആ ഓരോ വീട്ടുകാരെയും അവരുടെ ബുദ്ധിമുട്ടുകളുള്ളവരാണെങ്കിലും അവർ എന്തെങ്കിലും പ്രയാസങ്ങളുള്ളവരാണെങ്കിലും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ ഓരോ സാഹചര്യങ്ങളിലും വേണ്ട സഹായങ്ങൾ, ചിലർക്ക് സാമ്പത്തികമായിരിക്കും, ചിലർക്ക് നമ്മൾ അല്പസമയം സംസാരിച്ചിരിക്കുന്നതായിരിക്കും, അങ്ങനെ ഓരോ തരത്തിലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഈ വീടുകളിൽ പത്രം കൊടുത്ത് ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ വഴി കൂടി കാരുണ്യ പ്രവർത്തികളും ചെയ്യുന്നതിന് സാധിച്ചു. അതുവഴി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു. നേരത്തെ ഇങ്ങോട്ട് വന്ന് സഹായം ചോദിക്കുന്നവർക്കൊക്കെ ആയിരുന്നു കൂടുതലും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഓരോ വ്യക്തികളിലേക്ക് ആവശ്യക്കാരാരെന്നറിഞ്ഞ് അവരെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനായിട്ട് ഏത് രീതിയിലുള്ള സഹായമാണെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നതിനും രോഗികളെ കാണാൻ പോകുന്നതിനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കുടുംബസഹിതമാണ്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ഉടമ്പടി എടുത്തത് ഞാനാണെങ്കിലും ഞങ്ങൾ ഇന്ന് കുടുംബസഹിതം എല്ലാവരും ഇതിൽ സജീവമായി പങ്കാളിത്തമുണ്ട്. ഓരോ ദിവസവും ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിൽ കൊച്ചുമക്കൾ
അവർ ഇളയാൾ ആദ്യ കുർബാന സ്വീകരിച്ച ആളല്ല, എങ്കിലും അവരെ അൾത്താര ശുശ്രൂഷകരായിട്ട് നിൽക്കുമ്പോൾ അത് എനിക്ക് വലിയ ഒരു ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഈ ഉടമ്പടി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിലൂടെയാണ് എൻ്റെ മക്കളും ഇത്രയും വിശ്വാസത്തിൽ വളരുവാനായിട്ട് സാധിച്ചത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. മക്കളാണെങ്കിലും മൂത്തവർ 3 പേരും അവർ വീട്ടിലില്ല, അവർ ഹോസ്റ്റലിലും വീട്ടിൽ നിന്ന് ദൂരെ മാറി നിന്ന് പഠിക്കുന്ന ഈ സമയത്ത് അവർ ഈ ഒരാൾ ഉടമ്പടി എടുത്തു, അടുത്തയാൾക്ക് 18 വയസ്സായില്ല, ആകുമ്പോൾ വന്ന് ആദ്യമേ ഉടമ്പടി എടുക്കണമെന്നാണ് അവൾ പറയുന്നത്. കാരണം ഈ ഉടമ്പടിയിലൂടെ ഒരാവശ്യം വരുമ്പോഴല്ല, ആദ്യമേ തന്നെ ഉടമ്പടി എടുത്ത് ഒരു വിശുദ്ധീകരണം, ജീവിതത്തിന് ഒരു വിശുദ്ധീകരണം സംഭവിച്ച് ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവത്തിലും ഈശോയോടും മാതാവിനോടും കൂടെ ജീവിക്കുന്നതിനുള്ള ഒരു അനുഗ്രഹം, അതാണ് ഞാൻ അവരോട് പറയുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലൂടെ ഒരു ജീവിതം എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും അങ്ങനെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഞാൻ മക്കളോടും അതിനാദ്യമായിട്ട് തന്നെ ദൈവം എനിക്കതിന് മുൻകൈ എടുത്തു. പ്രഭാതത്തിൽ എഴുന്നേൽക്കാനും വീട്ടുകാര്യങ്ങൾ ചെയ്യാനും ദേവാലയത്തിൽ പോകുന്നതിനും അതുവഴി മക്കളെയും ഇതിനകത്തെല്ലാം ഉൾപ്പെടുത്തുന്നതിനും എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഈശോ ഈ ഉടമ്പടിയിലൂടെ ഈശോയും മാതാവും എനിക്ക് നൽകി. ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഈ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. റിജി തോമസ് എന്ന ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യങ്ങൾ വ്യക്തമാണ്. അതായത് കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് 1 വർഷമായിട്ട് വിദേശത്തോട്ട് പോകാൻ ശ്രമിക്കുന്ന മകളുടെ വിഷയം നടക്കാൻ വേണ്ടിയിട്ടാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഭൗതികമായ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് കൃപയുടെ ഈ ഒരു വാസസ്ഥലത്തിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലോട്ട് കടന്നു വരുന്നത്. പക്ഷെ പരിശുദ്ധമ്മ ഈ കുടുംബത്തെ അടിമുടി മാറ്റി. ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്രയും ഇപ്പോൾ 49 വയസ്സിനുള്ളിൽ 3 മണി എന്നൊരു സമയം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സമയം കാണാത്ത വ്യക്തിയെ ദൈവമാതാവ് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് വഴി എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിക്കുകയും നമുക്കറിയാം പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവന് തീർച്ചയായിട്ടും സർവശക്തൻ്റെ ജ്ഞാനം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവന് തീർച്ചയായിട്ടും ഈശോയുടെ ജ്ഞാനം വന്ന് നിറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ദൈവം തിരഞ്ഞെടുക്കുന്നവരെയാണ് അങ്ങനെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ തുടർന്നുള്ള ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇതിൻ്റെ ഈ ഒരു പ്രാർത്ഥനയുടെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, 4 വർഷമായിട്ടൊരു സ്ഥലം വിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നായിരുന്നു. അപ്പോൾ മരിയൻ ഉടമ്പടിയിൽ വിഷയം വെച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഈശോ, അതായത് മരിയൻ ഉടമ്പടിയുടെ വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസാണ്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ സഞ്ചരിക്കും. ഇപ്പോൾ സങ്കീർത്തകൻ 32:8 തിരുവചനം അനുസരിച്ച്, ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാം. അപ്പോൾ ഈ സഹോദരി പറഞ്ഞതുപോലെ തന്നെ എസെക്കിയേൽ 36-34 തിരുവചനം അനുസരിച്ചുകൊണ്ടും 2 രാജകുമാർ 3:6 തിരുവചനം അനുസരിച്ചുകൊണ്ടും 2 തവണ ഈശോ വചനത്തിലൂടെ ഈ സഹോദരിയോട് സംസാരിച്ചു. ഒന്നാമത്തെ പ്രാവശ്യം സംസാരിച്ച് ഇപ്രകാരമാണ്, വിജനമായിട്ട് കിടക്കുന്ന ഈ സ്ഥലമൊക്കെ കൃഷിസ്ഥലമാക്കി ഞാൻ മാറ്റും. വ്യക്തമായിട്ട് ഈശോ സംസാരിച്ചു. അതായത് നീ ഈ സ്ഥലം വിൽക്കരുത് എന്നാണ് ഈശോ പറഞ്ഞത്. രണ്ടാമത് കുഴൽക്കിണർ കുഴിക്കാൻ പോയപ്പോൾ ഈശോ പറഞ്ഞു, വരണ്ട നദികളൊക്കെ ഞാൻ ഉറവ കൊണ്ട് നിറച്ച് അവിടെ വെള്ളം സമൃദ്ധമായി നൽകപ്പെടും, നീയും നിൻ്റെ കന്നുകാലിയും കൃഷിയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഈ കുഴൽക്കിണർ കുഴിക്കേണ്ട ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ശുദ്ധമായ ഒരു നീരുറവ അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതായിട്ട് കണ്ടുവെന്നും ഇതുവരെ അവിടെ ലഭിക്കാത്ത ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സായിരുന്നു അതെന്നും ഇപ്പോൾ അതൊരു ഇപ്പോഴും അത് വറ്റിയിട്ടില്ല എന്നും പറഞ്ഞു. ഇതെല്ലാം മരിയൻ ഉടമ്പടിയുടെ വലിയൊരു ഫീച്ചറാണ്. നമ്മൾ ജീവിതം വചനമനുസരിച്ച് ക്രമപ്പെടുത്തി കഴിയുമ്പോൾ ദൈവം വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യും എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള സാക്ഷ്യമായിട്ടാണ് ഈ അമ്മ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.